നമസ്കാരം. അഗ്നിഹോത്രി നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങൾ നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നാൽഫലങ്ങൾ പറയുന്നതിന് മുൻപായി രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലും കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുള്ളത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉണ്ടാവുക. ഇത് പലതരത്തിലും വരാം. ചില നക്ഷത്രങ്ങളുടെ അരഭാഗവും മറ്റു ചില നക്ഷത്രങ്ങളുടെ മുക്കാലോ കാലോ ഭാഗങ്ങളുമായിരിക്കും ചിലപ്പോൾ ഒരു രാശിയിൽ ഉണ്ടാവുക. എന്നാൽ 18 നക്ഷത്രങ്ങൾ മാത്രം ഓരോ രാശിയിലും പൂർണ്ണമായി ഉണ്ടാവും. അതേതൊക്കെയാണ്? അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണവ. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ രാശിയായ മേടരാശിയിൽ അശ്വതി, ഭരണി എന്നിവയും കാർത്തികയുടെ കാൽഭാഗവുമാണ് ഉള്ളത്. അതുപോലെ അവസാനത്തെ രാശിയായ മീനത്തിൽ പൂരൊരുട്ടാതി കാലും കൂടാതെ ഉത്രട്ടാതിയും രേവതിയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുകയും ആ രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൂറ് എന്ന് പറയുന്നത്. അങ്ങനെ 27 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ 12 രാശി പൂർത്തിയാക്കുന്നു. ഈ കാലയളവിനെയാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആണ് കൂറ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാശി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, രാശിയും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ വളരെ വിശദമായി ഒരു സാധാരണക്കാരന് പോലും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്മൂലം അവനവൻ്റെ നാളുകളും കൂറുകളും രാശിയും മനസ്സിലാക്കി നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് പോകാം. തിരുവാതിര നക്ഷത്രം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അഭിമാനിക്കുകയും ഈശ്വരകാര്യങ്ങളിൽ നേതൃത്വം നൽകുവാനും മറ്റും പ്രമുഖരുമായി ഇടപെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന മാസമാണിത്. തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു പ്രകൃതമാണ്. മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാനും വിജയിക്കുവാനും സാധിക്കുന്നു. പുതിയ ഗൃഹനിർമ്മാണമോ നിലവിലുള്ള ഗ്രഹം മോടി പിടിപ്പിക്കുന്നതോ ആയ കാര്യങ്ങളിൽ ഏർപ്പെടാൻ വളരെയധികം അനുയോജ്യമായ മാസമാണ്. കുറേ നാളുകളായി കാണാതിരുന്ന വളരെയധികം പ്രിയപ്പെട്ടവരുമായി വീണ്ടും കാണുന്നതിനും അടുത്തിടപഴകുന്നതിനും തന്മൂലം തുടർ ജീവിതത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തി ബിസിനസ്സോ മറ്റ് ജോലി സംബന്ധമായ രംഗങ്ങളിലോ ഉന്നതി കൈവരിക്കാനും താൽപ്പര്യപ്പെടുന്നതായി കാണാം. മാതാപിതാക്കൾക്കുള്ള ചികിത്സയും മറ്റും വളരെയധികം ഫലിക്കുന്നതായും മാതാപിതാക്കൾക്കു വേണ്ടി അവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് കൈവരുന്നതായി കാണുന്നു. ഭാഗ്യക്കുറി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനാഗമനത്തിനുള്ള സമയമാണിത്. കൂടാതെ ചിട്ടികളിൽ നിന്നോ മറ്റ് നിക്ഷേപ സംവിധാനങ്ങളിൽ നിന്നോ ഒട്ടും പ്രതീക്ഷിക്കാതെ ധനാഗമനത്തിനുള്ള അവസരവും തിരുവാതിരക്കാർക്കായി ഈ മാസം കാത്തിരിക്കുന്നു. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.
സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.